ഹായ് ഫ്രണ്ട്സ്, എന്നൊരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫോണും പൊക്കിക്കൊണ്ട് കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ചേട്ടാക്കി പിഴകിലെ കടയിൽ സാധനം എന്തോ കൊടുക്കാനോ എടുക്കാനോ എന്തോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ വെച്ച് രമ്യ ചേച്ചിയെ കൊണ്ട് ചേച്ചിയായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലോട്ട് വരുന്ന വഴിയാണ് കാണുന്നത് കേട്ടോ. എനിക്ക് നല്ല തലവേദന, തല വെട്ടി പുറത്തും തലവേദന. ഈ ചിരിയൊക്കെ ക്യാമറയുടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് നല്ല തലവേദനയായിരുന്നു. എനിക്ക് വോമിറ്റിംഗ് ഛർദ്ദിക്കാൻ വരുന്ന പോലത്തെ തലവേദനയായിരുന്നു ഫ്രണ്ട്സ്. നാളെ ഡാനിമോൻ ഇംഗ്ലീഷിൻ്റെ എക്സാം, അതായത് ഓണത്തിൻ്റെ എക്സാം തുടങ്ങുകയാണ് ഫ്രണ്ട്സ്. അവന് ഫസ്റ്റ് എക്സാം ആണ്, അവൻ്റെ ലൈഫിലെ തന്നെ സ്കൂൾ എക്സാം ഫസ്റ്റ് ആണ്. അവനല്ലാതെ എണീക്കാനും ഇരിക്കാനും നടക്കാനും ഒക്കെ ഒത്തിരി എക്സാം വന്നിട്ടുണ്ട്. അതൊക്കെ അവൻ പാസ്സായി സംസാരിക്കാനും ഒക്കെ ആയിട്ട്. പക്ഷേ അവന് സ്കൂൾ എക്സാം ഫസ്റ്റ് വരുവാണ്. എനിക്ക് അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഇച്ചിരി ഫോണിൽ ഇച്ചിരി കളി ഇപ്പോൾ കൂടുതലാണ് എന്ന് വെച്ചാൽ നല്ല വാശി ബഹളം കാറി മേടിക്കും പുള്ളി. അപ്പോൾ അതിന് ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഈ മൊബൈൽ അഡിക്ഷൻ ആയിട്ടുള്ള അവയർനെസ്സിനായിട്ടൊക്കെയുള്ള ഒരു വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അത് കൂടെ കാണിച്ച് അവനെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എബിക്കുട്ടി എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവനോട് റൂം വെച്ചിട്ട് പുള്ളി തരാൻ വഴിയാ. ഇവൻ്റെ എക്സാം ഒന്നും ആയില്ലല്ലോ, ഇനിയിപ്പോൾ ഒരു വർഷം കൂടെ ഉണ്ട് നമ്മുടെ എബിമോൻ ഇനി അംഗൻവാടിയിലാണെങ്കിലും ഒക്കെ പോകാൻ. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ കളിച്ചിങ്ങനെ ഇരിക്കും, വഴക്കുണ്ടാക്കി ഗുസ്തിയൊക്കെ ഉണ്ടാക്കി എൻ്റെ ക്ലിപ്പ് വലിച്ചൂരി ഫ്രണ്ട്സ് അവൻ്റെ കയ്യിൽ കുത്തിയിരിക്കുക. അത് ആദ്യം എനിക്ക് മനസ്സിലായില്ല. അവൻ പിന്നെ കൈ ഇങ്ങനെ ഫ്രണ്ടോട്ട് കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അവനെ അമ്മ ഭക്ഷണം കൊടുത്ത് റെഡിയാക്കി ഇരുത്തിയേക്ക് വരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊട്ടി കയറ്റി കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറേ ആട്ടി നോക്കി. പിന്നെയാണ് അമ്മ പറഞ്ഞത് അവൻ ഉച്ചയായപ്പോഴാണ് ഉറങ്ങിയെന്ന്. അതുകൊണ്ട് ഇനി ഉറങ്ങാൻ ചാൻസ് ഇല്ല. ചിരി കണ്ടോ എന്താ ചിരി. അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു ഹെഡ്സെറ്റിൻ്റെ കവർ, പിന്നെ ഒരു കുപ്പിയുടെ അടപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു വന്നിട്ട് പുള്ളി എണീറ്റ് വരുന്ന രംഗം അത്. അതെന്നതാ എൻ്റെ കയ്യിൽ കഞ്ഞി കറി വെക്കുന്നതാണോ? ഡാനിക്ക് പരീക്ഷ എന്നാ? നാളെയാണോ? നാളെ എന്നാ വിഷയം പരീക്ഷയ്ക്ക്? ഡാൻസ് കളിക്കുന്നത്. നാളെ ഇംഗ്ലീഷാ ഡാനിക്ക് പരീക്ഷ. ഡാനി മോനെ മാവേലി ആവുന്നുണ്ടോ ഓണത്തിന്? മാവേലി ആവുന്നുണ്ടോ? നീ ഇല്ലെന്ന് പറഞ്ഞാൽ തന്നെ ഒന്നുകൂടെ ചോദിച്ചത്. മാവേലി ആവുന്നില്ലേ? സൂപ്പർ ആയിരിക്കും ഉടുപ്പൊക്കെ ഇടുമ്പോ. സൂപ്പർ. മാവേലി ആവണ്ട. എന്നാ അമ്മ പ്രസംഗം പഠിപ്പിക്കട്ടെ? പഠിപ്പിച്ചാ പറയുമോ നീ? എന്നെ പ്രസംഗത്തിന് പറയുന്നേ? ഇങ്ങനെ പറഞ്ഞ മാന്യ സദസ്സിന് നമസ്കാരം. കുഞ്ഞു പ്രസംഗം മതിയോ എല്ലാവർക്കും? അത് കാണിക്കുക. അതെന്നെ സംഭവം അറിയോ? ഒത്തിരി നേരം ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരുന്നാല് കണ്ണു പോകും, കണ്ണിന് വാവ് വരും. അപ്പൊ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയും കാണിച്ചേ. നീ ഫോൺ ഉപയോഗിക്കുവാ? അതൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സ് നമ്മുടെ മക്കൾ രണ്ടുപേരും ഉറങ്ങി കേട്ടോ. വലിയവൻ അവനെ അമ്മയുടെ കൂടെ കിടക്കുന്ന അവിടെ ഇരുട്ടാണ്ട് അങ്ങോട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം അഴിക്കപ്പുറത്തൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു രീതിയിൽ ഓരോ ദിവസം ഓരോ സൈഡിൽ നിന്നൊക്കെ ആക്കിയിട്ട് ഒരു ചെറിയ ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ ഓർത്തു. ഇവിടെ ചെറിയ പണിയൊക്കെ ഉണ്ട്. അമ്മ അടിച്ച് വാരിക്കിട്ടുണ്ട്, പക്ഷേ ഒതുക്കിപ്പുറക്കൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാൻ ഓർത്തു. അപ്പം അതിന് മുമ്പ് ഫുഡൊക്കെ കഴിച്ചു. ഇതിനിടയ്ക്ക് അച്ചാച്ചനും ചേട്ടയൊക്കെ വരുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഫ്രണ്ട്സ്. എനിക്കെല്ലാം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര തലവേദനയായിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യം അടുത്ത ഷെൽഫൊക്കെ ഒന്ന് അടുക്കി വെച്ചതാണിത്. എനിക്കെല്ലാം എടുക്കാൻ പറ്റിയില്ല. ഞാൻ എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിനൊരു ഭയങ്കര സന്തോഷം തോന്നി ക്ലീൻ ആയപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.